ഹായ് ഫ്രണ്ട്സ്, നമ്മളെ സ്നേഹിക്കാൻ മറ്റൊരാൾ ഉണ്ടാവണമെന്നിട്ട് നിർബന്ധമില്ല. നമ്മളെ സ്നേഹിക്കാൻ ആരുമില്ല എന്ന് നമ്മൾ വിലപിച്ചിട്ട് കാര്യമില്ല. അറ്റ്ലീസ്റ്റ് നമ്മളെങ്കിലും നമ്മളെ സ്നേഹിക്കണം. പലപ്പോഴും സെൽഫ് ലവിനെ കുറിച്ച് പറയുമ്പോൾ ആളുകൾ സെൽഫിഷ്നെസ്സുമായിട്ട് അതിനെ കമ്പയർ ചെയ്യാറുണ്ട്. അല്ലെങ്കിൽ സെൽഫ് ലവും സെൽഫിഷ്നെസ്സും തമ്മിൽ ഡിസ്റ്റിങ്ക്യൂഷ് ചെയ്യാൻ പറ്റാതെ വരുന്ന ഒരു സാഹചര്യം ഉണ്ടാകുന്നതുകൊണ്ടാണ് പലരും സെൽഫ് ലവിനെ പ്രോത്സാഹിപ്പിക്കാത്തത്. എന്നാൽ മറ്റുള്ളവർക്ക് വേണ്ടി നമ്മൾ ഓരോന്ന് ചെയ്തു കൊടുത്ത് അവസാനം നമുക്ക് ഒരാവശ്യം വരുമ്പോൾ ആരുമില്ല എന്ന അവസ്ഥ വരുമ്പോൾ നമ്മൾ പോലും നമ്മളിൽ നിന്ന് ഏറെ അകലെയാണെന്ന് തിരിച്ചറിയപ്പെടുന്ന ഒരു സാഹചര്യമുണ്ട്. അപ്പോൾ നമുക്ക് അതിയായ കുറ്റബോധം തോന്നാം. അപ്പോൾ അത്തരത്തിലുള്ള കുറ്റബോധം, സ്ട്രെസ് അല്ലെങ്കിൽ ഒറ്റപ്പെടൽ എന്നിവയിൽ നിന്നും ഒഴിവാകുന്നതിന് ഏറ്റവും നല്ലത് നമ്മൾ നമ്മളെ സ്നേഹിക്കാൻ തുടങ്ങുക എന്നതാണ്. എല്ലാ ഓട്ടത്തിന്റെ ഇടയിലും നമുക്ക് വേണ്ടി കുറച്ച് സമയം മാറ്റിവെക്കുക എന്നതാണ്. പലപ്പോഴും നല്ല ഒരിക്കലും നമുക്ക് അതിന് സാധിക്കാറില്ല എന്നതാണ് സത്യം. അപ്പോൾ ഇനിയെങ്കിലും കുറച്ചു സമയം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. നമ്മുടെ ആവശ്യങ്ങൾ നമ്മൾ മനസ്സിലാക്കി നമുക്ക് വേണ്ടി എന്തെങ്കിലുമൊക്കെ ചെയ്യാൻ ശ്രമിക്കുക. ജീവിതം അതൊന്നേ ഉള്ളൂ. നാളെക്കുറിച്ച് നമുക്ക് പ്രതീക്ഷകൾ മാത്രമേ ഉള്ളൂ. അതിനാൽ ഇന്ന് ജീവിക്കുക. ആദ്യം നമ്മളെ സ്നേഹിച്ച് നമുക്ക് വേണ്ടി ജീവിച്ച് ഒപ്പം മറ്റുള്ളവർക്കും കൂടി അല്പം സമയം മാറ്റിവെക്കുക. അതല്ലാതെ മറ്റുള്ളവർക്ക് വേണ്ടി മുഴുവൻ സമയവും ചിലവഴിച്ച് നമുക്ക് വേണ്ടി ഒരു മിനിറ്റ് പോലും മാറ്റിവെക്കാതെ ഓടി നടന്നിട്ട് അല്ലെങ്കിൽ ജീവിതം ജീവിച്ചു തീർന്നിട്ട് ഒരു കാര്യവുമില്ല. നാളെ നിരാശകൾ മാത്രമായിരിക്കും നമുക്ക് കൂടെ ഉണ്ടാവുക. അതുകൊണ്ട് അല്പനേരം നമുക്ക് വേണ്ടി മാറ്റിവെക്കുക. നല്ലൊരു ജീവിതം ജീവിച്ചു തീർക്കുക. എല്ലാ ആശംസകളും.